ഹലോ വെൽക്കം ബാക്ക് ടു ഐനസ് ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബർത്ത്ഡേ ഗൗണാണ്. നോർമലി ബർത്ത്ഡേക്ക് നമ്മൾ കിഡ്സിന് മാത്രമാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതാദ്യമായിട്ടായിരുന്നു ഒരു അഡൾട്ടിന് വേണ്ടിയിട്ട് ഒരു ഗൗണ് സ്റ്റിച്ചാക്കുന്നത്. അപ്പം ഒരു റെഫറൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൗൺ രൂപത്തിൽ വേണം, അപ്പോൾ അതിലെന്തെങ്കിലും എക്സ്ട്രാ ഡിസൈനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ ഇഷ്ടത്തിന് ചെയ്താൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ആദ്യം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഏതൊക്കെ മെറ്റീരിയൽ വേണം, എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ആ ഒരു സ്കെച്ചിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ എടുത്തത് ഇതുപോലൊരു മെയിൻ ഫാബ്രിക്കായിട്ട് നെറ്റിൽ വർക്ക് വരുന്നതാണ്. ലൈനിങ് ക്രീപ്പാണ് എടുത്തത്. അതുപോലെ തന്നെ ഒരു പ്ലെയിൻ നെറ്റ് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഹാൻഡിലേക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ക്രീപ്പിലാണ് ആദ്യം തന്നെ എല്ലാ മെറ്റീരിയലും കട്ട് ചെയ്തെടുത്തത്. ഓരോ ഭാഗമായിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് പോയത്. ബോഡി പാർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്ത് നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് യൂസ് ചെയ്ത് അയൺ ചെയ്ത് അത് പതിച്ച് അടുപ്പിക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കട്ടിങ്ങിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. നെക്ക് അടിക്കുമ്പോൾ നമ്മൾ നീറ്റായിട്ട് അതുപോലെ തന്നെ സമയം എടുത്തിട്ടായിരുന്നു നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നെക്കിൻ്റെ ഫിനിഷിങ് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്രസ്സ് മൊത്തത്തിൽ ഒരുമാതിരി ആയ കണക്കുണ്ടാകും. കാരണം ആ ഒരു അത്രയും ഭംഗി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ ഒരു നെക്കും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ലൈനിങ് വെച്ചിട്ടാണ് മെയിൻ ഫാബ്രിക്കിലേക്ക് നമ്മൾ കട്ടിങ് മുഴുവൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം ലൈനിങ്ങിലാണ് ഫുൾ കട്ടിങ് നമ്മൾ ചെയ്തത്. അതിനുശേഷം മാത്രമാണ് നമ്മൾ മെയിൻ ഫാബ്രിക്കിലേക്ക് കട്ട് ചെയ്തിരുന്നത്. കാരണം വർക്കഡ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ, അതും നെറ്റിലായതുകൊണ്ട് തന്നെ നമുക്ക് കട്ടിങ്ങിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മൾ ലൈനിങ് മെറ്റീരിയലിൽ നമ്മൾ, അതായത് ക്രീപ്പായിട്ടുള്ള ലൈനിങ് മെറ്റീരിയലിൽ നമ്മൾ കട്ടിങ് കൊടുത്തത്. അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ ടൈമിനാണെങ്കിലും നമ്മൾ ടൈം എടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നെറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ പൊസിഷൻ നല്ല രീതിയിൽ ചേഞ്ച് ആകും. പിന്നെ അതിന് ശേഷം നമ്മൾ ബോഡി പാർട്ട് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ താഴെയിലെ ഗൗൺ പാർട്ടിൻ്റെ ആ ഒരു അംബ്രല്ല കട്ടും കാര്യങ്ങളൊക്കെ ചെയ്തത്. അംബ്രല്ല കട്ടിലാണ് നമ്മൾ ഈ ഒരു ഗൗണിൻ്റെ ഡൗൺ പോർഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ട് ക്രീപ്പ് മെറ്റീരിയൽ ആദ്യം 4ആയിട്ട് മടക്കി വെച്ച ശേഷം അതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി അത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. മാർക്കിങ്ങിൻ്റെ ടൈമിന് തന്നെ നമ്മൾ നല്ല രീതിയിൽ ആ ഒരു മെറ്റീരിയലിനെ നിവർത്തി വെക്കാനോ അല്ലെങ്കിൽ നമ്മൾ മടങ്ങി പോവാതിരിക്കാനൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷമായിരുന്നു നമ്മളതിൻ്റെ മെയിൻ ക്ലോത്ത്, അതായത് നമ്മൾ ആ ഒരു നെറ്റിൻ്റെ ഫാബ്രിക്, വർക്ക് വരുന്ന നെറ്റിൻ്റെ ഫാബ്രിക്കിൽ നമ്മൾ കട്ടിങ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എത്രത്തോളം സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ഡ്രസ്സ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ആദ്യം ആലോചിച്ചത്. കാരണം നമുക്ക് ഒറ്റൊരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കി കൊടുക്കേണ്ടിരുന്ന ഒരു വർക്ക് കൂടിയായിരുന്നു ഇത്. അപ്പം അതിന് വേണ്ടിയിട്ട് മാക്സിമം ടൈം കുറവ് വരുന്ന രീതിയിൽ, എന്നാൽ വലിയൊരു മെനക്കെടില്ലാത്ത രീതിയിലാണ് ഈ ഒരു ഡ്രസ്സ് കംപ്ലീറ്റ് ആക്കിയത്. നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഒറ്റ ദിവസം കൊണ്ടൊരു ഗൗണ് കംപ്ലീറ്റ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ. നമ്മൾ ഈ ഒരു ഫാബ്രിക് നമ്മൾ പർച്ചേസ് ചെയ്തത് പരാഗ് എന്നായിരുന്നു കേട്ടോ. ഇപ്പം എല്ലായിടത്തും പരാഗ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തുള്ള ഏതെങ്കിലും ഒരു പരാഗിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള മെറ്റീരിയൽസ് കിട്ടാൻ വളരെ ഈസിയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ഇതിൻ്റെ അകത്ത് അംബ്രല്ല കട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ താഴെ നമുക്കൊരു കട്ട് പീസ് എക്സ്ട്രാ വെക്കേണ്ടി വരും. കാരണം 44 ഇഞ്ചാണ് നമ്മൾ ആ ഒരു ഫാബ്രിക്കിൻ്റെ വിഡ്ത്ത് വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അതിനെക്കാട്ടി കുറച്ചുകൂടി ഒരു ലെങ്ത്ത് കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ ബാക്കി വരുന്ന ആ ഒരു ഫാബ്രിക്ക് താഴെ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത ആ ഒരു ഭാഗത്ത് വച്ച് നമ്മൾ എക്സ്ട്രാ എത്രത്തോളം വേണം എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് അളന്ന് അതും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം അവിടെ ഒരു ചെറിയൊരു ക്രോസ് പീസ് നമ്മൾ വരും, എന്തായാലും വരും. കാരണം അംബ്രല്ല കട്ട് ചെയ്ത് അടിക്കുന്ന പാവാട ആയാലും ഗൗൺ ആയാലും സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ ഒരു കട്ട് വരുന്നുള്ളത്. പിന്നെ അതിന് ശേഷം ശ്രദ്ധിച്ച് തന്നെയാണ് നമ്മൾ ഓരോ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തത്. ബോഡി പാർട്ട് ഓൾറെഡി നമ്മൾ ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് വലിയൊരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതായിരുന്നു ആ ഒരു ഗൗണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ശേഷം ഉണ്ടായിരുന്നത്. ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ നമ്മൾ ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കിൽ, അതായത് നെറ്റിൻ്റെ ഫാബ്രിക്കിൽ സ്ലീവിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സർക്കിൾ ഒരേപോലെ വരുന്ന രീതിയിൽ, അതായത്
അതിൻ്റെ ആം ഹോളും കാര്യങ്ങളൊക്കെ നമ്മൾ കൈയുടെ അവിടെ എത്രയാണോ ആം ഹോൾ വരുന്നത് അതിന് കണക്കായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. ഫാബ്രിക് നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്ന് വെച്ച് സെക്യൂർഡ് ആക്കിയിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഫാബ്രിക് നമ്മൾ ഹാൻഡിൻ്റെ അകത്തേക്ക് വെച്ച ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തത്. നമ്മൾ ഈ ഒരു വശത്ത് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് അധികം വ്യൂ കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു ക്യാമറേൻ്റെ. അപ്പം ഇതുപോലെയാണ് ഞാൻ ആ സ്ലീവിലേക്ക് ആ ഒരു സിമ്പിളായിട്ടുള്ള ഒരു റിങ് ആയിട്ട് വരുന്ന ഒരു റഫേഡ് സ്ലീവ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് ഞാൻ ആദ്യം വിചാരിച്ചത് നോർമലി തന്നെ കൊടുക്കാമെന്നായിരുന്നു. അപ്പം അങ്ങനെ കൊടുത്തു വന്നപ്പോഴത്തേക്ക് ചെറിയൊരു എന്താ പറയുക, നമ്മളെ ഈ ഞെറിവ് വരുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. കാരണം നെറ്റിൻ്റെ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ അടിച്ചടിച്ച് പോകുന്നതിനനുസരിച്ച് വലിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. കാരണം അത് കറക്റ്റ് ആ ഒരു ഇതിൽ വരാത്തതുകൊണ്ട് തന്നെ വലിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ ഒരു സ്ലീവ് അടിച്ച് കഴിഞ്ഞപ്പം നമ്മൾ 2 ടയറായിട്ട് വരുന്ന ഈ ഒരു സ്ലീവ് ഇതുപോലായിരുന്നു ഉണ്ടായിരുന്നത്. ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ കസ്റ്റമർക്ക്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമുക്കൊന്ന് കാണാം കേട്ടോ. പറയാൻ വിട്ടുപോയതായിരുന്നു, നമ്മളതിൻ്റെ സൈഡിൽ നമ്മൾ ലോക്ക് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് 3 ലെയർ കൂടി നമുക്ക് ഈ ഒരു ഡ്രസ്സ് വരുന്നുണ്ട്. കോട്ടൻ്റെ ഒരു ലൈനിങ് കൂടി നമ്മൾ ഏറ്റവും സെൻറ്ററിലൊന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ താഴ്വശത്തിലെ ഗൗണിൻ്റെ ആ ഒരു അംബ്രല്ല കട്ട് വന്ന ആ ഒരു സ്ഥലത്ത് നമ്മളൊരു പിങ്ക് കളറിലൊരു ലൈനിങ്, അതായത് കോട്ടൻ്റെ ഒരു ലൈനിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ ഫൈനൽ ലുക്ക്. കസ്റ്റമർ ഇട്ടിട്ടുള്ളൊരു ലുക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിലുള്ളൊരു ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഫൈനൽ ലുക്ക് കാണിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാത്തവരും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും നമ്മുടെ ചാനൽ കയറിയിട്ടൊന്ന് നോക്കുക. ഇഷ്ടമായിരുന്നെങ്കിൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരുന്ന ഓരോ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതുപോലുള്ള ഓരോ കുഞ്ഞു വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും. വീഡിയോസൊക്കെ വളരെ സ്ലോ ആയിട്ടായിരിക്കും വരുന്നത്. ഇത് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.